അനുമോൾ എന്ന് പറഞ്ഞാൽ മുണ്ട് ബ്ലൗസ് എടുക്കൂ, കുറച്ച് കട്ടൻ ചായയും കൂടെ മുക്കിക്കോളൂ. അവരുടെ ആ ചോദ്യത്തിന്റെ ടോൺ കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കേ, ഞാൻ കാണാൻ പറ്റുന്ന സിനിമയിലല്ലേ അഭിനയിക്കുന്നത്. എവിടേക്കോ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതമാണ് ഡോക്ടർ രതിയുടെ. ഡേവിഡ് ആൻഡ് ഗോലിയാത്തില് ഞാൻ അനൂപേനും ജയിച്ചത്. അപ്പം അനൂപേട്ടൻ്റെ അടുത്തൊരു എന്താ ചോദിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഡാൻസിലൊക്കെ ചോദിക്കണ പോലെ എന്താന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായാൽ തന്നെ നമ്മൾ സുന്ദരിയും സുന്ദരനും ആവും എന്നാണ് എൻ്റെ ഒരു തോന്നല്. ഈ ഡോക്ടർ രതിയുടെ കാര്യത്തിൽ എനിക്ക് വേണ്ടി വന്നിട്ടുള്ള ഹോംവർക്ക് എന്ന് പറയുന്നത് കുത്തിയിരുന്ന് പഠിക്കണം. ഞാൻ ഡോക്ടർ അല്ലല്ലോ, അനുമോളല്ലേ, അങ്ങനെ ഡിമാൻഡൊന്നും ചെയ്യില്ല. അപ്പം അങ്ങനെ വാല്യൂ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോഴും ആ സിനിമേൻ്റെ CD എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ വാങ്ങി പൊട്ടിച്ച് കളയുന്ന ഒരാളാണ്. ആരും വേറെ കാണരുതെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു പയ്യൻ വരാതായി വീട്ടിൽ. മനുഷ്യർ നേരിട്ട് പറയുന്നതിനെക്കാട്ടിലും കണ്ണുചോരയില്ലാതെയാണല്ലോ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. തടിച്ചി, അമ്മച്ചിയായി, അമ്മായിയായി, വയസ്സിയായി. ഇതൊക്കെ ഒരു തെറ്റാണോ? 1-2 ലക്ഷം ചിലവാക്കി വീഡിയോസ് ചെയ്തിട്ട് അത്ര യൂട്യൂബിൽ എനിക്ക് റീച്ച് കിട്ടിയത് മുഴുവൻ എൻ്റെ മൂക്കുത്തി കളക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സെൽഫി എടുക്കുന്നതാണ്. ഈ മാനസിക രോഗം വെച്ച് അവരെങ്ങനെയാണ് ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ പോകുന്നത് എന്നുള്ള അവരോടുള്ളൊരു സഹതാപവും സങ്കടവും തോന്നും. അകം, ഞാൻ, ഇവൻ മേഘരൂപൻ, അങ്ങനെ ഒരുപാട് മനോഹരമായ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മലയാളി തനിമ എന്ന് നമുക്ക് എന്താ പറയുക, സിനോണിമസ് ടു മലയാളി തനിമ എന്ന് പറയുന്ന പോലെ നല്ല പുഞ്ചിരിയും സുന്ദരിയുമായ, എന്നാൽ സൗന്ദര്യം എന്ന് പറയുന്നത് പെരിഫറലല്ല, ഇന്നർ ബ്യൂട്ടിയും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മളുടെ പേഴ്സോണ റിഫ്ലക്റ്റ് ചെയ്യണമെന്നും വളരെ മനോഹരമായിട്ട്. ഇപ്പോൾ വെടിവഴിപാടിലെ ക്യാരക്ടറാണെങ്കിലും അത്രയും സ്ട്രോങ്ങും പവർഫുള്ളും ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വിശേഷ വ്യക്തിയാണെന്ന് നമ്മളെ കൂടെ ഉള്ളത് അനുമോൾ. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഏകദേശം ഒരു 10-14 കൊല്ലത്തോളമായി സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അതിൽ അനുമോളെ ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഷീ നോസ് എക്സാക്ട്ലി ഹൗ ടു മേക്ക് ഹെർ സ്പേസ് ഇൻ എവറി ഫീൽഡ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലെ ഒരു ബൂം, ഓൺലൈൻ ന്യൂ വേവിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട്, ആരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ വളരെ കൃത്യമായിട്ട്, അതും അനുമോളുടെ ഒരു സിഗ്നേച്ചർ എല്ലാത്തിലുണ്ടാവും. അനുയാത്രയാണെങ്കിലും ഇപ്പോൾ അനുമോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഷീ മേക്സ് ഹെർ സ്പേസ് ആൻഡ് ഷീ മേക്സ് ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി പ്രസൻറ്റഡ്. അപ്പോൾ അനുമോള് ഷീ ഈസ് നോട്ട് ജസ്റ്റ് ആൻ ആക്ട്രസ്, കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം പെർഫോമറാണ്. അതുപോലെ തന്നെ ഇപ്പം ബില്യൺ റീഡേഴ്സിൻ്റെ കൂടെ കുട്ടികൾക്ക് വേണ്ടി പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരി തമിഴിൽ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്ന വെബ് സീരീസിലെ കേന്ദ്ര കഥാപാത്രം ഡോക്ടർ രതി ഇപ്പോൾ ഭയങ്കര പോപ്പുലറാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് അനുമോളോട് വിശേഷങ്ങൾ ചോദിക്കാം. അനുമോൾ, ഹായ്, സോ ഗ്ലാഡ് ടു ബി വിത്ത് യു ഹിയർ. സെയിം ഇയർ. ഞാനിങ്ങനെ ഇൻട്രോ കേട്ടിട്ട് എനിക്ക് ഇങ്ങനെ ബ്ലഷ് ചെയ്തിരിക്കുകയായിരുന്നു. താങ്ക് യു. സംതിങ് ദാറ്റ് യു ഡിസേർവ്, ബിക്കോസ് യു ഹാവ് ബീൻ എ പേഴ്സൺ സ്വന്തമായി എന്താ പറയുക, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് വളരെ കൃത്യമായി സ്പേസ് മാർക്ക് ചെയ്ത്. സംടൈംസ് ഐ ഫീൽ ലൈക്ക് മലയാളികൾ അത്രയ്ക്ക് അങ്ങോട്ട് അനുമോളെ എംബ്രേസ് ചെയ്യാറില്ല. പക്ഷേ എന്നാൽ അനുമോൾ കൃത്യമായിട്ട് അനുമോൾക്ക് ഒരു ഫോളോവേഴ്സിന് അനുമോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ചെയ്തിട്ട് തന്നെ കൃത്യമായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെയുണ്ട് ഇപ്പോൾ വിശേഷം? നല്ല വിശേഷം. പറഞ്ഞ പോലെ തന്നെ ഹാർട്ട് ബീറ്റാണ് ഏറ്റവും പുതിയ വിശേഷം. പിന്നെ തമിഴിലൊരു 2-3 സിനിമകൾ ചെയ്യുന്നു. അവർ അനൗൺസ് ചെയ്യുന്നേ ഉള്ളൂ പടങ്ങളൊക്കെ, പക്ഷേ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലറ ചില്ലറ യാത്രകളൊക്കെ നടക്കണം. ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. ഹാർട്ട് ബീറ്റിനെ പറ്റി പറയൂ. ഡോക്ടർ രതി ഇപ്പോൾ ഭയങ്കര പോപ്പുലറാണ്. യു ഹാവ് എൻ എക്സ്ക്ലൂസീവ് ഫാൻ പേജ് ഫോർ ഡോക്ടർ രതി. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ കൃത്യമായിട്ട് അതിനെ ഭയങ്കരമായിട്ട് രസമായിട്ട് ഡിസ്കസ് ചെയ്യും. അത് എനിക്ക് തോന്നുന്നു ഡോക്ടർ രതി ഒരുപാട് സ്ത്രീകളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതിനൊക്കെ കൂടുതൽ അത് എന്നെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒന്ന്, ഇത്രയും ആളുകളുടെ ഒരു ലവും അല്ലെങ്കിൽ ഇത്രയും ആളുകൾ നമ്മളെ നോക്കി കാണുമ്പം എനിക്ക് എന്തൊക്കെയോ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നു. ഞാൻ കുറച്ച് കോൺഷ്യസ് ആവുന്നു എൻ്റെ ഡിസിഷൻസിൽ. ഇപ്പം നോർമലി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ കുറേ കൊളാബറേഷൻ റിക്വസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അയ്യോ ഇല്ല, ഇത്രയും സ്ത്രീകൾ എന്നെ വിശ്വസിക്കുന്നുണ്ട്, ഞാനിത് ചെയ്താൽ ശരി, അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട് ഇവരുടെ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ. ഇപ്പം സീസൺ 1 കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8 മാസത്തോളം ബ്രേക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസം പോലും വിടാണ്ട് അവർ നമ്മുടെ റീൽസും ഫോട്ടോസും വീഡിയോസും എവറി ഡേ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സമയത്ത് വിചാരിച്ചു എൻ്റെ പേജും കൂടെ ഞാൻ അവരെ ഏൽപ്പിച്ചാലോ, അവർ നന്നായി നോക്കുന്നുണ്ടല്ലോ എല്ലാം നോക്കി. അപ്പോൾ അങ്ങനെ ഒരു
വലിയൊരു സപ്പോർട്ടും സ്നേഹവും കിട്ടുന്നുണ്ട്. അത് നമ്മൾ സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലങ്ങളിലൊക്കെ ഞാൻ കൂടുതലും മെന്നിനെയാണ് കണ്ടിട്ടുള്ളത്. ഈ ഫാൻസും അങ്ങനത്തെ ഒരു സെലിബ്രേഷനും ഇതൊക്കെ ഇനി ഞാൻ നോട്ടീസ് ചെയ്യാത്തതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് കൂടുതലും മെന്നായിരുന്നു. ഞാൻ ചുറ്റും കണ്ടിട്ടുള്ളത് മെന്നിനെയാണ്. പക്ഷെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഭ്രാന്ത് പോലെ സ്നേഹം കാണിക്കുന്നു, നെഞ്ചത്ത് പേര് ടാറ്റു ചെയ്യുന്നു, കയ്യിൽ ടാറ്റു ചെയ്യുന്നു, നെഞ്ചത്ത് കണ്ണ് ടാറ്റു ചെയ്യുന്നു. ഇങ്ങനത്തെയൊക്കെ ഒരു ഭ്രാന്തൻ ആരാധന സ്ത്രീകളുടെ സൈഡിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഈ ആരാധനയ്ക്കൊക്കെ അപ്പുറത്തേക്ക് അവരുടെ ലൈഫിൽ അവർ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അനുമോളും ഡോക്ടർ രതിയാണ് ആദ്യം, അത് കഴിഞ്ഞിട്ട് അനുമോളെയും കൂടെ അവർ നോക്കുമ്പം ഒറ്റയ്ക്ക് ഇഷ്ടത്തിന് ജീവിക്കുന്നു, ഇഷ്ടമുള്ള പോലെ ട്രാവൽ ചെയ്യുന്നു, ഇഷ്ടമുള്ള വസ്ത്രമിടുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ അവർ കാണുമ്പം എവിടേക്കോ സ്ത്രീകളുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് തോന്നുന്നു എന്നെയായിട്ട്. അപ്പം അങ്ങനെ അവർ കുറേ പേര് രതി ഗേൾസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു. കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ അവരുടെ വീട്ടിലേക്ക് പോകണു, ട്രാവൽ ചെയ്യുന്നു. ഈ സ്ത്രീകള് തമിഴ്നാട്ടിലുള്ളവരാണോ കൂടുതലും? തമിഴ്നാട്ടിലാണ് കൂടുതലും. കേരളത്തിൽ നിന്നും ഇപ്പം ഈ സീസൺ 2 തുടങ്ങിയപ്പം ഒരുപാട് മെസ്സേജസ് ഒക്കെ വരാൻ തുടങ്ങി. കരഞ്ഞിട്ടും ഒരുപാട് കണക്ട് ചെയ്യുന്നു. എന്നെ അമ്മ എന്ന് വിളിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഇപ്പം അക്ക എന്ന് വിളിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ ഹ്യൂമൻ ഡയറിയാണ് ഞാൻ അവരുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യുന്നതും. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകള്. ചിലർ രതിയെ പോലെ തന്നെ വണ്ടി ഓടിച്ച് കാറ് മേടിച്ച് ഓഫീസിലേക്ക് പോയി തുടങ്ങി. അതുവരെ ബ്രദറിനെയോ ഹസ്ബൻഡിനെയോ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിരുന്ന ആളുകൾ തന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നു, വണ്ടി മേടിക്കുന്നു, ഓഫീസിലേക്ക് പോകുന്നു. അങ്ങനെ എവിടേക്കോ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതമാണ് ഡോക്ടർ രതിയുടെ. അപ്പം അത് എവിടേക്കോ അവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഒരു ട്രാജിക് ബാക്ക് സ്റ്റോറി പോലെ ഒരു സ്പേസ് ഉണ്ടായിട്ടും രതി അതിനെ ഓവർകം ചെയ്ത് അവര് രതിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ലൈഫിൽ എല്ലാ സ്ത്രീകൾക്കും ചിലപ്പോൾ ഒരു ടീനേജ് റൊമാൻസ്, ഒരു നഷ്ടപ്രണയം ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പറയാത്തൊരു പ്രണയം അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു പ്രണയം അതൊക്കെ കാണുമായിരിക്കുമല്ലോ ലൈഫിൽ. എന്നിട്ടാണല്ലോ കല്യാണം കഴിച്ച് ഫാമിലി ആവുന്നതും. അതെല്ലാം ആളുകൾ കണക്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു ഡോക്ടർ രതിയായിട്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഗ്രേസ് അനാട്ടമി പോലെ ഗ്രേസ് അനാട്ടമി എന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത്. അപ്പോൾ ഡോക്ടർ പ്രൊഫഷനിലുള്ള ആളുകളുടെ പേഴ്സണലും അതേപോലെ പ്രൊഫഷണൽ ലൈഫിനെ കൂടി മേർജ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അനുമോൾ എന്ത് പ്രിപ്പറേഷൻസ് ശരിക്കും ഡോക്ടർ രതി ആവാൻ വേണ്ടിയിട്ട് ചെയ്ത? ഞാൻ ആദ്യം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ മനസ്സില്ലാതെയാണ് ഇത് ചെയ്തത്, കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ കഥ കേട്ട് ഇത് ചെയ്യുന്ന ഡിസൈഡ് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പിന്നെ ദീപക് സുന്ദരരാജനാണ് ഇതിന്റെ ഡയറക്ടർ, റൈറ്റർ. അബ്ദുൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡയറക്ടറും കൂടെ ഉണ്ട്. അപ്പം ദീപക്കാണ് ഇനീഷ്യലി സംസാരിക്കുന്നതും റൈറ്ററും. അപ്പം അദ്ദേഹത്തിന്റെ എഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇതിനകത്തൊരു 20 ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു സ്റ്റാർട്ടും അവരുടെ ഒരു ജേണിയും അവരുടെ ഒരു എൻഡും എല്ലാം വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അറിയുന്ന നമ്മളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. ഈ ഡോക്ടർ രതിയുടെ കാര്യത്തിൽ എനിക്ക് വേണ്ടി വന്നിട്ടുള്ള ഹോംവർക്ക് എന്ന് പറയുന്നത് കുത്തിയിരുന്ന് പഠിക്കണം. ഞാൻ ഡോക്ടർ അല്ലല്ലോ. എല്ലാ മെഡിക്കൽ ടേംസും സർജറി പേരുകളും അസുഖത്തിന്റെ പേരുകളും അതിൻ്റെ ഓരോന്നും ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എനിക്ക് വല്ലാത്ത കുറേ പേരുകളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കുത്തിയിരുന്ന് പഠിക്കണം എന്നുള്ളതായിരുന്നു വലിയൊരു ചാലഞ്ച്. പിന്നെ ചീഫ് ഡോക്ടറാണ് രതി, ബാക്കി എല്ലാവരും ജൂനിയേഴ്സാണ്. അപ്പം ഞാനാണ് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അപ്പം എനിക്കിങ്ങനെ 4-5 പേജ് ഡയലോഗ്സ് ഉണ്ടാവും. അവർക്കൊക്കെ യെസ് മാം, ഓക്കെ മാം, വിൽ ഡു മാം, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് കൂടുതലും. അപ്പം അത് കാരണം അത് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എഫേർട്ട് ഉണ്ടായിരുന്നത്. ആൻഡ് സർപ്രൈസിംഗ്ലി ഞാൻ ഡയറക്ടറോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്കും ഒന്ന് ട്രൈ ചെയ്യണം ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ മോഡേൺ ഏജ് സ്ത്രീ ആയിട്ട് അഭിനയിച്ചിട്ടില്ല അധികം. അനുമോൾ എന്ന് പറഞ്ഞാൽ മുണ്ട് ബ്ലൗസ് എടുക്കൂ, കുറച്ച് കട്ടൻ ചായയും കൂടെ മുക്കിക്കോളൂ, അങ്ങനെയാണ് അനുമോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കീറിയ കോട്ടൺ സാരിയും കൂടെ ഇല്ലേ, കീറിയ കോട്ടൺ സാരി, അങ്ങനെയാണ് അനുമോൾ എന്ന് പറയുമ്പോൾ. അപ്പം ഫ്രെയിമിൽ വരുമ്പോൾ ഞാൻ പണ്ട് റോക്ക് സ്റ്റാർ ചെയ്യുമ്പോൾ VKPയോട് പറയായിരുന്നു, VKP ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണേ. റോക്ക് സ്റ്റാറിൽ ബൈക്ക് ഓടിക്കുന്ന അതെ. അപ്പൊ ആ റോക്ക് സ്റ്റാറിൽ അഭിനയിക്കുമ്പോൾ ഞാൻ VKPയോട് പറയും, VKP ഇടയ്ക്കിടയ്ക്കൊന്നും ഓർമ്മിപ്പിക്കണേ, അല്ലെങ്കിൽ ഞാൻ മുണ്ടും ബ്ലൗസും മുഖം കയറി വരും, ഇങ്ങനെ പാവം കുട്ടിയായിട്ടുള്ള മുഖം കയറി വരും, അതെന്നെ കോൺസ്റ്റന്റ്ലി റിമൈൻഡ് ചെയ്യിപ്പിക്കണേന്ന്. എനിക്കതാണല്ലോ ശീലം. ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ മുണ്ടും ബ്ലൗസും എടുക്കുന്ന അങ്ങനത്തെ ആയതുകൊണ്ട് VKP റിമൈൻഡ് ചെയ്യിപ്പിക്കായിരുന്നു. അതേപോലെ ഞാൻ ഈ ദീപക്കിനോടും പറഞ്ഞിരുന്നു, ദീപക് എനിക്കറിയില്ല, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീ ആണെങ്കിൽ കൂടിയും ആക്ഷൻ എന്ന് കേട്ടാൽ പെട്ടെന്ന് എനിക്ക് മറ്റേ പാടവും പറമ്പും വില്ലേജും തറവാടും അല്ലെങ്കിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ ചെയ്യുന്നൊരു സ്ത്രീ അങ്ങനത്തെ ഒരു ഭാവം എനിക്ക് വരും. അപ്പം അതെ, അപ്പൊ എന്നെ ഇങ്ങനെ റിമൈൻഡ് ചെയ്യിപ്പിക്കണേ, പറഞ്ഞ് ചെയ്യിപ്പിക്കണേ എന്നൊക്കെ പറയുമായിരുന്നു.
ലക്കിലി ഫോർച്ചുനേറ്റ്ലി അത് എന്തോ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ രതി എനിക്ക് തമിഴിൽ നിന്ന് വരുന്നതും അങ്ങനത്തെ റോൾസാണ്. അപ്പം ഞാൻ ലോയറായിട്ട് അഭിനയിക്കുന്നു, ആർക്കിടെക്റ്റായിട്ട് അഭിനയിക്കുന്നു. അപ്പം അതെല്ലാം ഭയങ്കര രസമുള്ള റോൾസാണ്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റിൽ എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല, പക്ഷെ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു റോളാണ്. ഓക്കെ, ദാറ്റ്സ് റിയലി നൈസ്. സൗണ്ട് രതിയെക്കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നമ്മൾ അതിൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അനുമോളുടെ സൗണ്ട് അറിയണമുണ്ട്, ഡബിങ്ങിൻ്റെ ആ ഒരു ആസ്പെക്ട്. ഡോക്ടർ രതിക്ക് വലിയൊരു ബാക്ക് ബോൺ ആണ് ഡോക്ടർ രതിയുടെ ശബ്ദം. ജി എന്ന് പറയുന്ന ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ആ ശബ്ദം കൊടുത്തിട്ടുള്ളത്. ഇനീഷ്യലി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഞാൻ എഗെയിൻസ്റ്റ് ആയിരുന്നു. എനിക്ക് തന്നെ ഡബ് ചെയ്യണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കായിരുന്നു. എന്ന് വെച്ചാൽ അയലി ഞാൻ ഡബ് ചെയ്തതാണ് തമിഴിൽ. മലയാള സിനിമയിൽ എൻ്റെ ശബ്ദം കൊള്ളൂല എന്ന് പറഞ്ഞാൽ എന്നെ ഡബ് ചെയ്യിപ്പിക്കാറില്ല ജനറലി. സിംഗ് സൗണ്ട് പടങ്ങളിൽ മാത്രമൊക്കെയാണ് അധികം എൻ്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ വളരെ ചുരുക്കം സിനിമകളിലേ ഞാൻ ഡബ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ തമിഴിൽ ഞാൻ തന്നെയാണ് ഡബ് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പം അയലിക്കൊരു എൻ്റെ സൗണ്ടിന് തന്നെ അവിടെ ഒരു ഫാൻ ഫോളോയിങ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് തന്നെ ഡബ് ചെയ്യണമെന്ന് ഞാൻ വാശി പിടിച്ചത്. പക്ഷേ അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഓൾറെഡി ഞാൻ മാസത്തിൽ 15-20 ദിവസം ചെന്നൈയിൽ ഇതിൻ്റെ ഷൂട്ടിന് പോവാണ്. അപ്പം എനിക്ക് ബാക്കി നാട്ടിലെ കാര്യങ്ങളും ഇവിടുത്തെ പ്രോജക്ട്സും അതിനൊക്കെ എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണമല്ലോ. അപ്പം ഞാനിങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ ഡബ്ബിങ് നടക്കുക. അപ്പോൾ ഡബ്ബിങ്ങും കൂടെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ചെന്നൈ സെറ്റിൽ ആവേണ്ടി വന്നേനെ, ബാക്കി വർക്കൊന്നും നടക്കില്ല. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇത് അവിടുത്തെ ഒരു ഡബ്ബിങ് സ്കെഡ്യൂളും കുറച്ച് ടൈറ്റാണ്. ഷൂട്ട് കഴിഞ്ഞിട്ട് ഡബ്ബിങ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് ഹാർട്ട് ബീറ്റിൽ ഞാൻ ഡബ് ചെയ്യാതിരുന്നത്. പക്ഷെ അത് നന്നായും തോന്നുന്നു, ബിക്കോസ് എൻ്റെ ശബ്ദം ഇത്തിരി നേസലാണ്. ഡോക്ടർ രതിക്ക് ആ ഒരു ഇത്തിരി കനുള്ള ശബ്ദം വന്നപ്പം ആ ക്യാരക്ടറിന് ഒന്നും കൂടെ ഒരു വെയിറ്റ് വന്നു. അപ്പം ജിന്റെ കൂടെ ഉണ്ട് രതിയുടെ ഈ ഒരു ബാക്കില്. അപ്പൊ നമ്മൾ വേറെ വർക്കുകൾ എന്നൊക്കെ പറഞ്ഞപ്പോ ഹൗസ് യു യൂട്യൂബ് ചാനൽ ഗോയിങ് ഓൺ? ഒന്നും നടക്കുന്നില്ല. ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ബാലി പോയപ്പം കുറച്ച് വീഡിയോ ഇട്ടു. അത് പക്ഷെ ഭയങ്കര മോശമായിട്ടാണ് ഞാൻ ഇട്ടത്. പണ്ട് ഞാൻ ഭയങ്കര ടീമിനെയൊക്കെ വെച്ച് ഭയങ്കര രസമായിട്ട് ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യായിരുന്നു. ഇത് ചുമ്മാ ഫോണിലെടുത്ത കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. കാശി പോയിട്ട് ഞാനൊരു എഫേർട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പം ഞാൻ രാത്രി മാൽഡീവ്സിൽ പോയത് ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് വെച്ചു. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ്, ഒരു മാസം കഴിഞ്ഞു ഞാൻ പോയി വന്നിട്ട് എനിക്ക് ഇനിയും ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ ആ ഒരു സുഖം പോവില്ലേ കുറേ ദിവസം. ഈസ് ഇറ്റ് ലൈക്ക് യു നോ ഇനീഷ്യലി ഒരു എന്തൂസിയാസം ഉണ്ടായിരുന്നു? ബിക്കോസ് എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഒന്ന് സമയം എനിക്ക് കിട്ടുന്നില്ല. പിന്നെ എൻ്റെ രീതി ആവശ്യമില്ല യൂട്യൂബിന്. ഞാൻ ഒരു മേ ബി 1-2 ലക്ഷം ചിലവാക്കി വീഡിയോസ് ചെയ്തിട്ട് അത്ര യൂട്യൂബിൽ എനിക്ക് റീച്ച് കിട്ടിയത് മുഴുവൻ എൻ്റെ മൂക്കുത്തി കളക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സെൽഫി എടുക്കുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു യൂട്യൂബിൻ്റെ ഒരു സ്പേസിൽ അമച്വർ വീഡിയോസിനാണ് കൂടുതൽ റീച്ച് ഉള്ളതും ആളുകൾക്ക് കൂടുതൽ താല്പര്യവും. എനിക്കാണെങ്കിൽ ആ അമച്വർ വീഡിയോസ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഫോളോവേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ രതി പോലെ തന്നെ കുറേ സ്ത്രീകൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നോട് സംശയം ചോദിക്കുകയും അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ഞാൻ കുറേ ഡിഫറെൻറ്റ് സ്ഥലങ്ങളും ആളുകളെയും മനുഷ്യരെയും ഒക്കെ കാണാൻ പറ്റി. ആൻഡ് നെക്സ്റ്റ് ഇയറിലേക്ക് ഞാൻ കുറച്ചൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അതൊരു റവന്യൂവിനോ യൂട്യൂബിന് വേണ്ടിയിട്ടൊന്നും അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ വീഡിയോ ആക്കി ചെയ്യാം. ഏർലി ഐ തിങ്ക് 2016-17 എപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? 18. ആ എന്നുവെച്ചാൽ പ്രീ കോവിഡ് സ്പേസിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് 17 അപ്പൊ ആ ഒരു സമയത്ത് തന്നെ യു ഹാഡ് ട്രാവൽഡ് എ ലോട്ട്. ഇതൊക്കെ നമ്മുടെ ഈ ഒരു യൂഷ്വൽ യൂട്യൂബ് എന്താ പറയുക ഒരു വേവ് വരുന്നതിന് മുന്നേ ആണല്ലോ ഈ ട്രാവൽ വ്ളോഗ്സും മീറ്റ് കൊച്ചിയിട്ടും അതും ഇതും അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വരുന്നത്. അപ്പം ആ സമയത്ത് തന്നെ യു ആർ ഏബിൾ ടു ജനറേറ്റ് റവന്യൂ. യെസ്. ആൻഡ് യു സീരിയസ്ലി ഫീൽ ദാറ്റ് ലൈക്ക് മേ ബി റവന്യൂ എന്ന് മാത്രമല്ല എനിക്ക് സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടാറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് മഹീന്ദ്രയായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് അവരുടെ ഒരു നല്ല ഓഫർ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓൾ ഇന്ത്യ ട്രാവൽ ഒക്കെ. പക്ഷെ അങ്ങനെ എനിക്ക് അപ്പൊ സമയം ഉണ്ടായില്ല അത് എടുക്കാനൊക്കെ. പോസ്റ്റ് കോവിഡ് സെനാരിയോ ചേഞ്ച് ആയിന്നാണോ? പോസ്റ്റ് കോവിഡ് എന്താ വെച്ചാൽ എനിക്ക് പേഴ്സണലി ഒരു ചെറിയൊരു ബാഡ് ഫേസ് ഉണ്ടായിരുന്നു. ഞാൻ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം ആദ്യം നമ്മൾ ശാന്തമാവുക എന്നുള്ളൊരു പ്രോസസ്സിന് ഒരു 2 കൊല്ലം പോയി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പം ഞാൻ അങ്ങനെ ബാക്ക് ടു ബാക്ക് വർക്കുകൾ അയലി ഹിറ്റായി. അതിനുശേഷം ബാക്ക് ടു ബാക്ക് വർക്ക് വന്നപ്പോൾ കുറച്ച് ബിസിയായി. പിന്നെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും
അതൊരു നല്ല കാര്യമല്ല, ഒരു പെർഫെക്ഷനിസത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് തന്നെ എല്ലാം ചെയ്യണം. ഞാൻ മൈക്രോ മാനേജ് ചെയ്യണം. ഞാൻ തന്നെ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് എഡിറ്റിംഗ്, ഞാൻ അല്ലാതെ പഠിച്ചത്. അപ്പം ഈ മൈക്രോ മാനേജിങ് ഉള്ള കാരണം ഒന്നിനും സമയം പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത്, ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യാന്ന് പറയുമ്പം നമ്മളുടെ ഒരു വലിയ സമയം വേണം. മുമ്പ് ഞാൻ ചെയ്തിരുന്നത് പകല് പണിയെടുക്കുന്നു, രാത്രി എഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പോസ്റ്റ് കോവിഡ് ഞാൻ കുറച്ചും കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയി. അപ്പൊ ഞാൻ ഉറക്കം സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്പേസിലേക്കൊക്കെ വന്നുകൊണ്ട് എനിക്ക് അനുയാത്ര കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. ഇപ്പം ബുക്സ് വായിക്കണ്ടല്ലോ, നല്ല രസമുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഥ വായിക്കണത്. അപ്പൊ ആ ഒരു ഏരിയ ശരിക്കും ഇൻസ്റ്റഗ്രാമിൽ ശരിക്കും യു വെരി ആക്റ്റീവ്. അപ്പോൾ അനുയാത്ര അവിടെ ഉണ്ട്, യു വിൽ ബി കണ്ടിന്യൂയിങ് ടു ഡു ദാറ്റ്. ബട്ട് യു ഹാവ് എ സ്ട്രോങ് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ്. ബേസിക്കലി ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വ്യത്യസ്തമായ വീഡിയോസും, അനുമോളുടെ സാരി, അനുമോളുടെ ഈ പറഞ്ഞ പോലെ മൂക്കുത്തി, അങ്ങനെ കുറെ. അപ്പൊ ഈ ബുക്ക് റീഡിങ് I found it really interesting. ബുക്ക് റീഡിങ് ആക്ച്വലി ഞാൻ കോവിഡ് സമയത്ത് അനുയാത്രയിൽ ചെയ്യാറുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ നിർത്തിയതാണ്. എനിക്ക് DC ബുക്സ് എന്ന് വിളിച്ചിട്ട് അവർ ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഉണ്ട്, അവർക്ക് ഓഡിയോ ബുക്സ് പ്ലാൻ ഉണ്ട്, ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനത് നിർത്തി. അല്ലാത്ത വായിക്കായിരുന്നു. ഒരു എതിരഭിപ്രായം വന്നപ്പോൾ ഞാൻ ചോദിക്കാം എന്നാ വേണ്ട, എന്നിട്ട് ഞാൻ മൊത്തത്തിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പലപ്പോഴായിട്ട് ഞാനും എൻ്റെ നാട്ടിലെ വായനശാലയിലും കൂടെ കൂടിയിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു, നാട്ടിൽ കുട്ടികൾക്ക് പുസ്തകം വായിച്ചു കൊടുക്കുക, സിനിമ കാണിച്ചു കൊടുക്കുക. കുട്ടികളെന്ന് മാത്രമല്ല എല്ലാവർക്കും, കുടുംബശ്രീ ചേച്ചിമാരും വന്നിരിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. കോവിഡ് വന്നു, നമ്മൾ അടച്ചുപൂട്ടി, അങ്ങനെ പോയി. പിന്നെ ഇപ്പം എപ്പോഴും പറയും, എപ്പോഴും ഇപ്പം ഇന്നലെ മിഞ്ഞാന്നും കൂടെ ഞാൻ ആ ചേട്ടനോട് സംസാരിക്കുമ്പോൾ അവരെന്നോട് നമുക്ക് തുടങ്ങണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ, നാട്ടിൽ പണ്ട് എന്നോട് ചോദിക്കുമായിരുന്നു, അനുമോളെ ഞങ്ങൾക്ക് കാണാൻ പറ്റണ ഒരു സിനിമയിൽ എപ്പോഴും അഭിനയിക്കുക. ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും അവരുടെ ആ ചോദ്യത്തിന്റെ ടോണ് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കേ ഞാൻ കാണാൻ പറ്റുന്ന സിനിമയിലല്ലേ അഭിനയിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ചേട്ടാ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയിലാണ് ഞാൻ അഭിനയിക്കുന്നത്, പക്ഷെ ഞങ്ങൾക്ക് തിയേറ്റർ കിട്ടാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഞാനിങ്ങനെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്, ഇപ്പം ഈവൻ എനിക്കാണെങ്കിലും അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു സ്ട്രീം ഓഫ് സിനിമകൾ. നമ്മളുടെ വിചാരം എന്താണ്, തിയേറ്ററിൽ പോയി വിസിലടിച്ച് അങ്ങനത്തെ സിനിമകളാണല്ലോ പോപ്പുലർ ആവുന്നത്. അതെ, എനിക്കും അത്രേ അറിയണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന് ഞാൻ ആ ഒരു സർക്കിളിൽ പെട്ട് അങ്ങനത്തെ സിനിമകൾ ചെയ്തപ്പോഴാണ് എനിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഹൗ ഡിഡ് യു ആക്ച്വലി ലാൻഡ് അപ്പ് അങ്ങനത്തെ സിനിമകളിൽ, ഈ സോ കോൾഡ് അങ്ങനത്തെ സിനിമകളിൽ? എനിക്ക് തോന്നുന്നു ഞാൻ ഈ വായനശാലയായിട്ടുള്ള ഒരു കണക്ഷനും വായിച്ച പുസ്തകങ്ങളും കാരണം ഞാൻ ചൂസ് ചെയ്യുന്ന സിനിമകൾ അങ്ങനെ ആയിപ്പോയി. പിന്നെ ഇവൻ മേഘരൂപനാണെങ്കിലും അതിൻ്റെ ഒരു ടീം നോക്കിയാൽ അറിയാലോ, ബാലേട്ടൻ, രാജീവ് രവി, പ്രകാശ് മൂർത്തി, വിനോദ് സുകുമാരൻ. അപ്പം ആ ഒരു ഗ്യാങ് എന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അകം ചെയ്യുന്നു, ശാലിനി, ഉഷ നായർ, ഗീതു മോഹൻദാസ്, പിന്നെ എല്ലാം ഞാൻ ചെയ്യുന്നു, എല്ലാം ചായില്യം ചെയ്യുന്നു, മനോജ് ഖാന, പത്മിനിയൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഇതാണ് എൻ്റെ ഒരു ഇനീഷ്യൽ സെറ്റപ്പ്. അപ്പം ഇങ്ങനെയാണ് ഞാൻ സിനിമ പഠിച്ചതും സിനിമയെ മനസ്സിലാക്കിയതും. അപ്പം അതിൻ്റെയൊക്കെ കാണുമായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ചെറുപ്പത്തിൽ വായിച്ച പുസ്തകങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണ്. അതുകൊണ്ട് ഞാൻ കഥ ചൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ ട്രാപ്പിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ പെട്ടതാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് ട്രാപ്പ് എന്ന് പറയാൻ ഇഷ്ടമല്ല, പക്ഷെ ജനറലി ആളുകൾ അങ്ങനെയാണ് എന്നോട് പറയുന്നത്. മലയാള സിനിമയിൽ എന്തെങ്കിലും ഇപ്പം വരാനുണ്ടോ? ഇല്ല, സത്യത്തിൽ ഞാൻ ഇപ്പോൾ ഒരെണ്ണം ലേക്ക് എന്ന് പറഞ്ഞിട്ട് എം എ നിഷാദക്കയുടെ ഒരു പടം ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് ഇപ്പം അങ്ങനെ എനിക്ക് തമിഴിൽ നിന്നാണ് ഇപ്പം നല്ല കോൾസ് വരുന്നത്. മലയാളത്തിൽ നിന്ന് വളരെ കുറവ്. എനിക്കറിയില്ല, ഇനി എൻ്റെ സിനിമ മാറിയത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണോ എന്നും എനിക്കറിയില്ല. പക്ഷെ ഹാപ്പിയാണ് ഞാൻ തമിഴിലെ വർക്കുകളും അവിടുത്തെ ക്യാരക്ടേഴ്സും വെച്ചിട്ട്. അതുകൊണ്ട് ഇപ്പം അവിടെയാണ് കൂടുതൽ. ഇവിടെ എന്നെ മറന്നു തോന്നുന്നു ആൾക്കാർ. മലയാള സിനിമയിൽ ആക്ച്വലി ഒരു ടിപ്പിക്കൽ ഐഡിയ ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒരു നമ്മളിത് മുന്നേ സംസാരിച്ചതാണ്, ഒരു കൈൻഡ് ഓഫ് ലുക്ക് അല്ലാത്ത ആളുകൾക്ക് ഒരു സ്പേസ് ഇല്ലാത്ത പോലെ, മലയാളികൾ എടുക്കാത്ത പോലത്തെ ഒരു സിറ്റുവേഷൻ അനുമോൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇപ്പം ഒരു സ്റ്റീരിയോടിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ ഈ കൊമേഴ്ഷ്യൽസിലും ഒക്കെ കാണുന്ന പോലത്തെ സ്ട്രീറ്റ് ആൻഡ് ഹെയറും പെർഫെക്റ്റ് പല്ലും അങ്ങനെ ഒരു. എനിക്ക് മനസ്സിലായി പറഞ്ഞത് എന്താ വെച്ചാൽ അത് സിനിമയിൽ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ പേഴ്സണലി അത് എല്ലാവർക്കും ഒരു ഭയങ്കര പ്രഷർ ഉണ്ടോയെന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. നമ്മുടെ കൊളീഗ്സിനെയൊക്കെ കാണുമ്പോൾ എന്താ വെച്ചാൽ ഈ എല്ലാവരും സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, എല്ലാവരും പെർഫെക്റ്റ് ഗ്ലൂട്ടാത്തിയോൺ എടുക്കുന്നു,
എല്ലാവരും ഇങ്ങനെ എല്ലാം സ്മൈൽ കറക്ഷൻ ഇങ്ങനെയൊക്കെ പറയും. റീസെൻ്റ്ലി എന്നോട് വരെ ആരോ പറഞ്ഞു, ഞാനിപ്പോൾ ഇത്തിരി വെയിറ്റ് കുറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട്, നീ മുമ്പ് ഇങ്ങനെ ചിരിക്കുമായിരുന്നു, ഇപ്പം ഇത് കുറച്ച് താഴേക്ക് പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞേ ഓക്കെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും, അത് ചെറിയ പണിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് എന്തിനാ കറക്റ്റ് ചെയ്യണം, ഞാനിങ്ങനെയല്ലേ എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ ഞാൻ ചെയ്യുന്ന ആളുകൾക്ക് എഗെയിൻസ്റ്റ് അല്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ നമ്മുടെ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് എനിക്ക് എപ്പോഴും ഫീലിംഗ് ഗുഡ് ഇൻ അവർ ഓൺ സ്കിൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റും കൂടി ഉണ്ടല്ലോ. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓക്കെ, ടേക്ക് കെയർ ചെയ്യുന്നത് ഓക്കെ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. നമ്മൾ വേറെ ആളാവുന്ന എന്തിനാ? ആന്റി സെൽഫ് ലവ് ആണ് ടേക്ക് കെയർ ചെയ്യുന്നത്. യു ടേക്കിംഗ് ഗുഡ് കെയർ ഓഫ് യുവർ സ്കിൻ, യുവർ ഹെൽത്ത്, യുവർ ഫുഡ്, എവറിത്തിങ്. പക്ഷെ യു ട്രൈങ് ടു ബി സംബഡി എൽസ് ഓർ സംതിങ് എൽസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി അത് ആവശ്യമില്ലല്ലോ. ഇപ്പൊ സിനിമയിലെ ആക്ടേഴ്സ് ആണെങ്കിൽ ഒരുപാട് പേര് പണ്ട് മുതലേ പല ഉപദേശങ്ങളൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്ട്രെയിറ്റൻ ചെയ്യുക, ജനറലി ചെയ്യാം, പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്ട്രെയിറ്റൻ ചെയ്യുക, പുറത്തിറങ്ങുമ്പോൾ കൂളിംഗ് ഗ്ലാസ് വെക്കുക, ലിപ്സ്റ്റിക് ഇടുക, ഒരു സർട്ടൻ വേയിലാണല്ലോ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്കൊക്കെ എപ്പോഴും ചീത്തയാണ്. ഞാൻ ഓൾവേസ് കുറച്ച് ഹെവിയർ സൈഡിലുള്ള ഒരാളാണല്ലോ. അപ്പോൾ അത് കാരണം അപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാൻ മലയാള സിനിമ ചെയ്യുമ്പോൾ ഞാൻ കേരളത്തിലെ സ്ത്രീകളെയല്ലേ റെപ്രസെൻ്റ് ചെയ്യുന്നത്? കേരളത്തിലെ എല്ലാ സ്ത്രീകളും പെർഫെക്റ്റ് ഷേപ്പും പെർഫെക്റ്റ് സൈസും പെർഫെക്റ്റ് സ്കിൻ ഒന്നും അല്ലല്ലോ. കേരളത്തിലെ സ്ത്രീകൾ അങ്ങനെയേ ആയിരുന്നില്ല. ഈ പെർഫെക്റ്റ് എന്ന് പറയുന്ന വേർഡേ നമുക്ക് ഈ അഡ്വർടൈസ്മെന്റ്സും ഈ പറയുന്ന എക്സസ് ഓഫ് മീഡിയ, അത് പെർഫെക്റ്റ് അല്ലല്ലോ. ഓരോ മനുഷ്യർക്കും ഓരോ സാധനം ഉണ്ട്. അപ്പം അതെന്തിനാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ അതിലിത്ര സ്ട്രെസ് എടുക്കുന്ന, അത് അങ്ങനെ ഫിറ്റ് ആവാൻ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് ബ്യൂട്ടിഫുൾ ആക്ടേഴ്സ്, നല്ല സ്കിൻ ടോൺ ഉണ്ടായിരുന്ന, സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉണ്ടായിരുന്ന ഒരുപാട് ആക്ടേഴ്സ് ഇപ്പൊ മാറിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പം. എനിക്ക് നോസ് കറക്റ്റ് ചെയ്യാം, ലിപ്പ് കറക്റ്റ് ചെയ്യാം, ജോ കറക്റ്റ് ചെയ്യാം, ഐബ്രോ കറക്റ്റ് ചെയ്യാം, എല്ലാം പല്ല്, ടീത്ത് കറക്റ്റ്, എന്തൊക്കെയോ സ്മൈൽ കറക്ഷൻ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ. ഞങ്ങൾ നല്ല സംസാരിക്കുന്നത് എവരിബഡി ലുക്സ് ദ സെയിം, എവരിബഡി സിമിലർ. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി പോവും. അപ്പൊ ഇൻഫാക്ട് നമുക്ക് വർക്ക് കുറയല്ലേ ചെയ്യാം. എല്ലാവരും ഒരുപോലെ അല്ലേ ഇരിക്കുക. അപ്പൊ പിന്നെ ഈ കുട്ടി എന്തിനാ വിളിക്കണേ, മറ്റേ കുട്ടി, അങ്ങനെയല്ലേ വിചാരിക്കുക അല്ലേ? അപ്പോൾ ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ, ആ ഒരു സ്ട്രക്ചറിനകത്തേക്ക് വരാതിരിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമേ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ അനുമോള് അഭിനയിക്കുന്നത് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണെന്ന് പറയുന്ന ഒരു സ്റ്റീരിയോടൈപ്പ് അവളിലേക്ക് വന്നത് ശരിക്കും ബാധിച്ചായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്കറിയില്ല എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന്. ഞാനൊന്നും അത്രയ്ക്ക് അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി വൈ ബിക്കോസ് ഒരു സിനിമ പോലും ചെയ്യുമെന്ന് വിചാരിച്ച കുട്ടിയല്ല ഞാൻ. അപ്പം ഞാൻ സിനിമയിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ ആദ്യം പറയുന്ന ഒറ്റ സിനിമ കേട്ടോ, അത് കഴിഞ്ഞാൽ പിന്നെ എന്നോട് പറയരുത്, അങ്ങനെയൊക്കെയാണ്. ഭയങ്കര വിയേർഡായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. സിനിമയിൽ വന്നതിന് ശേഷമാണ് സിനിമയോട് ഇത്ര പ്രണയം വരുന്നത്, ഇത്ര ഇഷ്ടവും ആരാധനയൊക്കെ സിനിമയോട് വരുന്നത് അതിന് ശേഷമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം ഒന്നുപോലും ചെയ്യാത്തൊരു കുട്ടി ഇത്ര വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ എന്നെ തന്നെ ഒരു ആക്ടറാണ്, ഇതെൻ്റെ ജോലിയാണ് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആരെങ്കിലൊക്കെ വിളിച്ചാൽ പോവാം, അഭിനയിക്കാം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ എൻ്റെ ഇനീഷ്യൽ ഡയറക്ടേഴ്സിനെ മുഴുവൻ ഞാൻ നിരുത്സാഹപ്പെടുത്തും. എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, നിങ്ങൾ കൊള്ളാവുന്ന ആരെങ്കിലും വിളിച്ചോളൂ എന്നൊക്കെ ഞാൻ പറയും. അല്ലല്ല, ഇത് അനുമോള് ചെയ്താൽ ശരി. അപ്പം അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അല്ലാണ്ട് എൻ്റെ കോൺഫിഡൻസിലല്ല ഞാൻ വർക്ക് ചെയ്തിരുന്നത്. മിക്ക പടങ്ങൾക്കും ഞാൻ വേറെ ഒരുപാട് ഓപ്ഷൻസ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയെ വിളിച്ചോക്കൂ, ഈ കുട്ടിയെ വിളിച്ചോക്കൂ, നന്നാവും, അങ്ങനെയൊക്കെ. അങ്ങനെ തുടങ്ങിയ ഒരാളാണ്. ഇപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ടാണ് ഞാൻ ആക്ടറാണ്, ഇതെൻ്റെ ജോലിയാണ്, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് നിങ്ങൾ നന്നായി പറഞ്ഞു തരികയാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യം എനിക്കിപ്പോൾ 2-3 വർഷമായിട്ടാണ് വന്നിട്ടുള്ളൂ. ഞാനൊരു ബാംഗ്ല ഫിലിം ചെയ്തു. ആ സമയത്ത് എനിക്കൊരു കുറച്ചൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 3 വർഷം അത് ചെയ്യുന്ന വർക്കുകളുടെ ഒരു ആക്സെപ്റ്റൻസ് ആണോ, അതിൻ്റെ ഒരു റീച്ചാണോ, ഇത്രയും ഒരു 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 ഫാൻ ഫോളോയിങ് വന്നത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ആ കോൺഫിഡൻസ് വന്നതെന്ന് എനിക്കറിയില്ല. മേ ബി നമ്മളും ആ കോവിഡിന് ശേഷം എൻ്റെയും ഒരു ചേഞ്ച് നടന്നിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ മൊത്തത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അപ്പം ഇനി അതെല്ലാം കൊണ്ടാണോന്നും എനിക്കറിയില്ല. അപ്പം ഇപ്പോഴാണ് എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടിയത്. ഒരു സർട്ടൻ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് വർക്കുകൾ മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു സർട്ടൻ ലുക്കും ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് എൻ്റെ വാല്യൂ നഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ ഒരു പേ സ്കെയിലൊക്കെ ഉണ്ടല്ലോ. ഇപ്പം വേറൊരു ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുകയാണെങ്കിൽ അയ്യോ അവരുടെ കൂടെ 3-4 പേര് വരും,
അവർക്ക് വണ്ടി വേണം, അസിസ്റ്റന്റിനും വണ്ടി, ടീമിനും വണ്ടി കൊടുക്കും, അങ്ങനെ എത്ര ഉണ്ട്, ഇത്ര പൈസ ഇല്ലെങ്കിൽ അവർ വരില്ല എന്നുള്ളൊരു ധാരണ ഈ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളെ പറ്റി ഒരു ചിന്ത വരും. അനുമോളാണ് അവൾ തന്നെ വണ്ടി ഓടിച്ച് വന്നോളും, വണ്ടിയൊന്നും അവൾക്ക് കൊടുക്കുന്നുണ്ട്, അവളിങ്ങോട്ട് വന്നോളും. അപ്പം അനുമോളല്ലേ അങ്ങനെ ഡിമാൻഡൊന്നും ചെയ്യില്ല. അപ്പം അങ്ങനെ വാല്യൂ കുറവ് വന്നിട്ടുണ്ട്. അത് ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു മസ്റ്റ് ആയിട്ടുണ്ടെന്നല്ലേ? ഞാൻ ഹാവ് ഹേർഡ് പീപ്പിൾ സേയിങ് ദാറ്റ്. എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഗാഡ്ജറ്റ്സ് തൊട്ട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ തൊട്ട് ഇപ്പോഴാണ് അതെനിക്ക് മനസ്സിലായത്. കഴിഞ്ഞൊരു 2-3 ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ആക്ടർ ആവും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഡിസൈഡ് ചെയ്തപ്പോൾ തൊട്ടാണ് ഞാനും 2 അസിസ്റ്റന്റിനെ കൊണ്ടുപോയി നടക്കാൻ തുടങ്ങുന്നതും. അല്ലെങ്കിൽ ഞാൻ അതുവരെ ലക്ഷറി ബ്രാൻഡ്സ് വാങ്ങിയാലും അമ്മയ്ക്കും അനിയത്തിക്കുമാണ് വാങ്ങുന്നത്. ഞാനങ്ങനെ എനിക്കങ്ങനെ വേണമെന്നോ എന്തെങ്കിലുമൊക്കെ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പക്ഷെ അങ്ങനെയല്ല, എല്ലാം കുറച്ച് ലക്ഷറി സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങി. അപ്പം എന്താ വെച്ചാൽ അനുമോളുടെ ബാഗിന് തന്നെ വലിയ പൈസ ആയിട്ടോ, അപ്പം ആ കുട്ടി ചെറിയ പൈസക്ക് വരില്ല. അപ്പം അങ്ങനെ ഒരു ഇമേജ് ഒക്കെ ബിൽഡ് ചെയ്യേണ്ടത് ഉണ്ടെന്ന് തോന്നണു. അപ്പൊ ശരിക്കും ഇപ്പൊ അമ്മയും അനിയത്തെയും പറ്റി പറഞ്ഞപ്പോ, യു ലീവ് ഇൻ എ പ്ലേസ് വിച്ച് ഡസൻ ഹാവ്, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്ന ഒരു സ്പേസിലാണ്. അപ്പൊ ആ സ്പേസ് നിന്ന് സിറ്റിയിലേക്ക് വരിക, അതുപോലെ തന്നെ ഈ ഫിലിം ഇൻഡസ്ട്രി, ഡിഫറെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുക, അങ്ങനെ ഒരു ഇതിലെത്തിയപ്പോൾ വാസ് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ യു ഇനീഷ്യലി? സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോഴും അവിടെ തന്നെയാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമേ സിറ്റിയിൽ വരാറുള്ളൂ. എന്ന് വെച്ചാൽ ജോലിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല. ബുദ്ധിമുട്ടുകൾ എന്താണെന്നറിയോ, നമ്മൾ നാട്ടിൽ നമ്മളെല്ലാം നമ്മുടെ ആളുകളാണ്. അപ്പോൾ ആ ഒരു സ്നേഹവും അടുപ്പവും വിശ്വാസവും ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കും, ആളുകളെ സ്നേഹിക്കും, അല്ലെങ്കിൽ എൻ്റെ ഒരു വള്ളുവനാടൻ ഭാഷ കേൾക്കുമ്പോൾ ആളുകൾക്ക് അതൊരു ഭയങ്കര അടുപ്പമായിട്ട് തെറ്റിദ്ധാരണ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ വേറെ എനിക്കൊരു ഞാൻ ഇനിയും പോന്നിട്ടില്ല അവിടുന്ന്. മേ ബി ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു വ്യത്യാസം വല്ലാണ്ട് തോന്നി. സർവൈവൽ ഡിഫിക്കൽട്ട് ആയിരുന്നില്ല? നമ്മൾ പൊതുവെ പറയില്ല, ഇപ്പം ഞാനൊരു വയനാട്ടിൽ നിന്നുള്ള ആളാണ്, പെട്ടെന്ന് സിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു കൾച്ചറൽ ഷോക്ക്. അതാ പറഞ്ഞ ഈ ബഹളവും തിരക്കും, ആളുകൾ ഭയങ്കര ബിസി ആയിട്ട് ഓടുന്നതും, ആർക്കും സമയമില്ലാത്തതും, എല്ലാവരും അവരവരുടെ കാര്യം നോക്കുന്നതും, ഇങ്ങനത്തെ നമുക്ക് കുറച്ചുള്ള മാനസിക പ്രശ്നങ്ങൾ സിറ്റിയായിട്ട് അടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ അല്ലാതെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് ഞാൻ പറയില്ല, സമയം കിട്ടിയാൽ ഞാൻ നാട്ടിലേക്ക് ഓടിപ്പോകുന്ന ആളാണ് ഞാൻ. ഐ ബിലോങ് ദെയർ എന്ന് ഭയങ്കരമായിട്ട് എനിക്ക് അവിടുന്ന് എന്നെ പറിച്ചു മാറ്റാൻ പറ്റുന്നില്ല. ഇപ്പം ഈവൻ ഒരു 10-15 ദിവസം ഷൂട്ടിന് പോയാലും ഞാൻ ആകെ ശ്വാസം മുട്ടാൻ തുടങ്ങും. എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് കുളത്തിൽ പോകണം, എനിക്ക് പാടത്ത് പോകണം, ഇങ്ങനെയാണ്. അപ്പം നാട് വളരെ അറ്റാച്ച്ഡ് ആണ് ഞാൻ അവിടുന്ന് ഇനിയും ഡിറ്റാച്ച് ആയിട്ടില്ല. ഞാൻ ഇവിടുത്തെ സിറ്റിയിലെ ആളാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു സമയത്തുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മതിയല്ലോ എന്നുള്ള പോലെയാണ്. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഈ ആളുകൾ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതും ആളുകൾ നമുക്ക് കിട്ടാത്തതും, അതൊക്കെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഓൾവേസ് നമുക്ക് എല്ലാവരും ഉണ്ടല്ലോ, ഇവിടെ അതൊന്നും ഇല്ലാത്തതും. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കൊച്ചിയിൽ താമസിച്ച ഫ്ലാറ്റിൽ ആർക്കും തമ്മിലൊരു അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും കാണുമ്പോഴുള്ള സംസാരം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ താമസിക്കുമ്പോൾ എല്ലാ വർഷവും ഓണത്തിന് 10 ദിവസം പൂവിടും ഫുൾ എൻട്രൻസിൽ, മെയിൻ എൻട്രൻസിൽ. സാധാരണ എല്ലാവരും അവരവരുടെ ഫ്ലാറ്റിൻ്റെ മുന്നിലാണ് ഇട്ടിരുന്നത്, ഞാനിങ്ങനെ മെയിൻ എൻട്രൻസിൽ ഇടും. അങ്ങനെ നമ്മൾ ഫുൾ ഒരു ഗ്രൂപ്പായി, എല്ലാവരും ഓരോ ദിവസം ഓരോരുത്തർ വന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ ഒരു എല്ലാവരും തമ്മിലൊരു അടുപ്പവും വളരെ സ്നേഹമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതെൻ്റെ ഉള്ളിൽ നാട്ടിൻപുറമാണ് ആ ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ആ ഒരു സ്പേസ് എനിക്ക് അവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വേറെ അങ്ങനെ വർക്ക് വൈസ് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല. വെടിപഴിപാടിലെ ക്യാരക്ടർ തന്നാണല്ലോ ചെയ്യണത്. ആ സമയത്ത് വെൻ യു പെർഫോം ദിസ് ക്യാരക്ടർ, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളം ഈ പറയുന്ന പോലെ ഇത്രയ്ക്ക് അങ്ങോട്ട് നമ്മളെപ്പോഴും ഹിപ്പോക്രറ്റിക് ആയിരുന്നു, നമുക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഒരു ക്യാരക്ടറായിരുന്നു. യു വർക്ക്ഡ് ആസ് എ സെക്സ് വർക്കർ ഇൻ ദാറ്റ്. അപ്പോൾ ആ ക്യാരക്ടർ ശരിക്കും അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ? മറ്റു റോളുകൾ പറഞ്ഞില്ല, അന്നൊന്നും അങ്ങനെ ബോധേഡ് ആയിരുന്നില്ല. ആ സമയത്ത് എനിക്ക് തോന്നുന്നു വനിതയിലോ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു 13 ആർട്ടിസ്റ്റുകൾ റിജക്ട് ചെയ്ത റോളാണത് എന്നുള്ളത് ആ സമയത്ത്. പിന്നെ അതിന്റെ ഡയറക്ടർ പറയുമായിരുന്നു, ഈ സിനിമ മലയാളികൾ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ 15 വർഷം കഴിയണം എന്ന് അന്നേ പറയുമായിരുന്നു ശംഭു അതിനെ പറ്റിയിട്ട്. എനിക്ക് കുറച്ച് ഒരു 90% പോസിറ്റീവ് ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഇൻഡസ്ട്രിയിൽ നിന്നായാലും എല്ലായിടത്തുനിന്നും. ഒരു 10% ഇൻഡസ്ട്രിയിൽ നിന്ന് 2-3 ഡയറക്ടേഴ്സ് വിളിച്ചിട്ട് മോശം പറയുകയും, നാട്ടിൽ എൻ്റെ വീട്ടിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന അമ്മയ്ക്ക് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു പയ്യൻ വരാതായി വീട്ടിൽ, അവൻ ആളുകൾ കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള 1-2 ഇൻസിഡൻസ് ഒഴിച്ചാൽ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് തോന്നിയിട്ടുള്ളത്. നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടു പരിചയമുള്ള വലിയ ഡയറക്ടേഴ്സൊക്കെ എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു ആ റോള് ചെയ്തതിനൊക്കെ. അപ്പം
അങ്ങനെ നോക്കിയാൽ ഭയങ്കര നല്ലതാണ്. സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് റാൻഡം ആളുകളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൈബർ അല്ലെങ്കിൽ നമ്മുടെ റോട്ടിൽ ഓട്ടോറിക്ഷ ചേട്ടൻ അങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു റോട്ടിൽ കാണുന്ന ആളുകളൊക്കെ, അവരൊന്നും അത് അത്ര നല്ല പോസിറ്റീവായിട്ടൊന്നും അല്ല എടുത്തിട്ടുള്ളത്. പക്ഷെ അത് ഇപ്പം അവർക്കത് യൂസ്ഡ് ആയി തോന്നുന്നു. ഇപ്പം അവർ വെടിവഴിപാടിനെ പറ്റി ആലോചിക്കുമ്പോൾ അയ്യോ അതെന്ത് നല്ലതായിരുന്നു തോന്നുന്നു. എന്താ വെച്ചാൽ ഇപ്പം വരുന്ന ഫിലിംസ് ഒക്കെ കുറച്ചും കൂടെ ബോൾഡായി, കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയല്ലോ. എന്നെ സംബന്ധിച്ച് വെടിവഴിപാട് എപ്പോഴും എനിക്ക് വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ ഓരോ മനുഷ്യരെയും എനിക്കറിയാം, ഓരോ ക്യാരക്ടേഴ്സിനെയും ഞാൻ എൻ്റെ ചുറ്റുപാടിൽ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ എവിടെന്നെങ്കിലുമൊക്കെ വെച്ച് കണ്ടു മറന്നു പോയിട്ടുള്ള ആളുകളാണ് അതിൽ ഓരോ കഥാപാത്രങ്ങളും. നമ്മുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് അതാണല്ലോ സിനിമയിൽ വരേണ്ടത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ പറ്റി ആളുകൾക്ക് ഒരു കാഴ്ച ഉണ്ടാക്കി കൊടുക്കുകയും അതിൽ നിന്ന് ആളുകൾക്ക് തിരിച്ചറിവോ അല്ലെങ്കിൽ അതിൽ നിന്ന് ആളുകൾ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ മാറുക അല്ലെങ്കിൽ മാറാതിരിക്കുക, അതിനെപ്പറ്റി സംസാരിക്കുക, അത് തന്നെയാണ് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം. ഇപ്പം ഈവൻ നമ്മളാണെങ്കിലും 11-12 വർഷത്തിന് ശേഷം നമ്മൾ ആ സിനിമയെ പറ്റി സംസാരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്കിഷ്ടമുള്ളൊരു കാര്യവും അത് ആ സിനിമയുടെ ഒരു വിജയവുമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പമായിരുന്നു വെച്ചാൽ കാലത്തിന് മുന്നേ ആയിപ്പോയി അത് എന്നുള്ളത്. ഇപ്പം അത് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ഹാഡ് എ ബെറ്റർ. അതെ, പബ്ലിക്കിന്റെ അടുത്തുനിന്ന് എനിക്ക് തോന്നുന്നു 90% ഓക്കെ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കുറച്ച് ഈ ഓൺലൈൻ സൈറ്റിൽ എങ്ങനെയായിരുന്നു ഈ ഒരു ഈ പറഞ്ഞ പോലെ പയ്യൻ ജോലിക്ക് വരാൻ അവൻ മാത്രമേ വരാതായിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ അമ്മയും നാട്ടുകാരും എൻ്റെ അനിയത്തിയും ഒക്കെയാണ്. അനുമോൾ തെറ്റ് ചെയ്യില്ല, അനുമോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും എന്നുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസും ട്രസ്റ്റും എൻ്റെ മേല് എൻ്റെ നാടും എൻ്റെ വീടും വെച്ചിട്ടുണ്ട്. അപ്പം അതിനവരെന്നെ സപ്പോർട്ടും ചെയ്യും. അപ്പം ആ ഒരു വിശ്വാസം അവർക്ക് ഉള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അപ്പം ഈവൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇല്ലേ, +2 ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലുമൊക്കെ കടയിൽ ബേക്കറിയിലൊക്കെ പോയി ജ്യൂസൊക്കെ കുടിച്ചൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ വീട്ടിൽ വിളിച്ച് പറയുമല്ലോ, ഇങ്ങനെ കണ്ടു അനുമോളെ ഏതൊരു ചെക്കനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമല്ലോ. അപ്പം എൻ്റെ അമ്മ അത് വിശ്വസിക്കില്ല. എൻ്റെ അമ്മ എന്നോട് ചോദിക്കും, നീ ഇന്ന് കടയിൽ പോയോ? അപ്പം ഞാൻ പറയാം പോയി. ആരായിരുന്നു കൂടെ? അപ്പം ഞാൻ പറയാം ഫ്രണ്ട്സ് ജിതേഷ് ആയിരുന്നു അമ്മ, റാസിക്കായിരുന്നു അമ്മ, ഋഷ. അപ്പം നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ് ആരാച്ചാൽ ഞാനത് പറയും. ഞാൻ പറയുന്നതേ അമ്മ വിശ്വസിക്കുള്ളൂ. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ട്രസ്റ്റും സപ്പോർട്ടും വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു വലിയ കാര്യവും വലിയ അനുഗ്രഹമൊക്കെ ആയിരുന്നു. ഡാൻസ് സ്പേസിൽ യു ഹാവ് ലേൺഡ് കഥകളി, നേരത്തെ പറഞ്ഞ പോലെ മോഹിനിയാട്ടം, ഭരതനാട്യം. ഇപ്പം എന്താ ഇപ്പം ലേറ്റസ്റ്റ് എപ്പിസോഡിലൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്, അത് നല്ല രസമുണ്ടായിരുന്നു. സോ ഇപ്പം ഇനി മോഹിനിയാട്ടം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എനിക്ക് ചേരുന്നത് മോഹിനിയാട്ടമാണ് കുറച്ചും കൂടെ എന്നാണ്. അപ്പം ക്ഷേമാവതി ടീച്ചറെ അടുത്ത് ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ടീച്ചറെ വിളിച്ചിരുന്നു. വളരെ കറക്റ്റായിട്ട് ടീച്ചർ സ്ഥലത്തില്ല. അപ്പം അടുത്ത ദിവസം ചൈൽഡ്ഹുഡ് മുതൽ ഡാൻസ് പഠിക്കണല്ലേ? ഏത് വയസ്സ് തൊട്ട്? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മളൊക്കെ ഒരു LKG മുതൽ ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിൽ അപ്പം തൊട്ട് ഞാൻ കളിക്കുന്നുണ്ട്. ഒഫീഷ്യലി ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് എൻ്റെ നാട്ടിൽ ഡാൻസ് ഒരു കാർത്തിയാനി എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്നുണ്ടായിരുന്നു. വാടാനാംകുറിശി എന്ന് പറഞ്ഞ കുറച്ച് ദൂരം ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ അവിടെ വന്ന് പഠിപ്പിക്കുക. അപ്പം ആരോ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളുടെ അരങ്ങേറ്റമാണ് അടുത്ത മാസം, അപ്പം കുറച്ച് പൈസ തന്ന് സഹായിക്കുമെന്ന് അച്ഛനോട് ആരോ വന്ന് ചോദിച്ചു. അപ്പോഴാണ് അച്ഛൻ ആദ്യമായിട്ട് അറിയുന്നത് എന്താണ് അരങ്ങേറ്റം എന്നൊക്കെ ചോദിച്ചാൽ അച്ഛൻ ചോദിച്ച് മനസ്സിലാക്കുന്നു. അച്ഛന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അദ്ദേഹത്തിനെ സഹായിച്ച് അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടു അച്ഛൻ. എന്നിട്ട് നേരെ അടുത്ത ഞായറാഴ്ച ടീച്ചർ വന്ന സമയത്ത് എന്നെയും കൂട്ടിപ്പോയി. ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ അടുത്ത അരങ്ങേറ്റത്തിന് എൻ്റെ കുട്ടിയും കളിക്കണം. 1 മാസം 1.5 മാസമേ ഉള്ളൂ അരങ്ങേറ്റത്തിന്. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇവിടെ എല്ലാവരും 3-4 വർഷമായിട്ട് പഠിച്ചിട്ടാണ് അരങ്ങേറ്റം നടക്കുന്നത്, അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എൻ്റെ കുട്ടി പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനാണെങ്കിൽ അവിടുത്തെ അബ്കാരിയാണ്. ആ കാലഘട്ടത്തിലെ ആ നാട്ടിൽ എല്ലാവരും അനുസരിക്കുന്ന ഒരാളായിരുന്നു അച്ഛൻ. അപ്പം അച്ഛനെ ധിക്കരിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ക്ലാസ് നടക്കൂല എന്നുള്ള പോലെയാണ്. അപ്പം അങ്ങനെ അപ്പം ശരി എന്ന് പറഞ്ഞ് ടീച്ചർ എന്നെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ഡാൻസ് തുടങ്ങുന്നത്. വളരെ റോങ് വേ ആണ് വെച്ചാൽ ഈ 4-5 വർഷമൊക്കെ പഠിച്ച് ചിട്ടയിൽ കയറേണ്ടതാണ്. പക്ഷെ അച്ഛൻ്റെ ഒരു വാശിയിൽ മേ ബി അറിയില്ല, അച്ഛന് നൃത്തം മരിച്ചു പോകും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു തോട്ട് വന്ന് അദ്ദേഹത്തിന് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി കാണും. അതിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പം അങ്ങനെയാണ് എൻ്റെ ഡാൻസ് തുടങ്ങുന്നത്. അതെനിക്ക് തോന്നുന്നു 2ാം ക്ലാസ് 3ാം ക്ലാസ് സമയത്താണ് കാർത്തിയാനി ടീച്ചറുടെ അടുത്ത് ചേർന്ന് തുടങ്ങുന്നത്. സ്റ്റെപ്സ് ഒന്നും പഠിക്കാണ്ട്
നേരെ കയറി വർണ്ണം കളിക്കുന്നു. അത് ചെറിയതൊന്നും പറ്റൂല, നേരെ കയറി വർണ്ണം കളിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കം. പക്ഷെ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും എനിക്കുണ്ട്. പിന്നീട് പലപ്പോഴായാലും നമ്മൾ വർണ്ണം കളിച്ചുല്ലോ, പിന്നെ നമ്മൾ താഴേക്ക് പോവില്ലല്ലോ. നമ്മൾ ആ ബേസ് പലപ്പോഴും ഞാൻ ഇപ്പോഴും മുഴുവനായി ബേസ് പഠിച്ചിട്ടില്ല. ഇപ്പൊ പഠിക്കാൻ പോവാണെന്ന് എന്നോട് നാളെ പറഞ്ഞല്ലോ. അതെ അതെ, ഇപ്പൊ വീണ്ടും തുടങ്ങാൻ പോവാണ്. ഇപ്പോഴും എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ വേഗം ഐറ്റം ചെയ്ത് ബാക്ക് ടു സ്റ്റേജ് വേഗം വരണം എന്നുള്ളതാണ്. പക്ഷെ ക്ഷമാതി ടീച്ചർ ആയതുകൊണ്ട് സമ്മതിക്കില്ല. സ്റ്റെപ്പ് മുഴുവൻ കഴിഞ്ഞിട്ട് കുട്ടി ചെയ്താൽ മതി എന്ന് പറയും. കഥകളിയോ? കഥകളി ഇപ്പോൾ ഞാൻ ഒട്ടും ചെയ്യുന്നില്ല. കഥകളി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടാണ് ശരിക്കും ചെയ്തു തുടങ്ങിയത്. കലാമണ്ഡലം വെങ്കിട്ടരാമൻ ആശാന്റെ അടുത്താണ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ആശാന്റെ കൂടെ പ്രോഗ്രാംസിനും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിലും എല്ലാ വർഷവും ഞങ്ങളുടെ കഥകളി സ്കൂളിൻ്റെ ആനിവേഴ്സറിക്കും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പോസ്റ്റ് കോവിഡ് അത് നിന്നുപോയി. അവരൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രം ഇങ്ങോട്ട് മാറിപ്പോന്നു. പൊതുവേ ഒരു സംശയം ചോദിക്കുക. പൊതുവേ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ നമ്മൾ പെർഫോമേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഡാൻസ്, എസ്പെഷ്യലി ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻ ഒരു ലെയർ എബവ് ആയിരിക്കും എന്നുള്ളത്. അത് ആക്ച്വലി ക്യാമറയിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ക്രീൻ ആക്ടിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലെയർ അത്ര ആവശ്യമില്ല. അപ്പൊ അതെങ്ങനെയാ അനുമോള് ബാലൻസ് ചെയ്യാറ്? ആദ്യം എൻ്റെ തമിഴ് സിനിമകളിലൊക്കെ നല്ല ബോറായിരുന്നു ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴും ആ സിനിമ എൻ്റെ CD എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ വാങ്ങി പൊട്ടിച്ച് കളയുന്ന ഒരാളാണ്. ആരും വേറെ കാണരുതെന്ന് വിചാരിച്ചിട്ട്. എന്താ വെച്ചാൽ ആ തുടക്കം ഞാൻ കണ്ട് തന്നെ കറക്റ്റ് ചെയ്തതാണ്. നമ്മൾ ഇപ്പം ആ കണ്ണുക്കുള്ളയും രാമർ എന്നൊക്കെ പറയുന്ന സിനിമകൾ കാണുമ്പം എനിക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല എന്നെ. അപ്പം വെറുതെ നമ്മളോടൊന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ നോക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ മറ്റേ ഇങ്ങനെയൊക്കെ നോക്കില്ലേ നമ്മുടെ ഡാൻസിൽ. അപ്പം ഈ കൈയൊക്കെ അറിയാതെ ഇങ്ങനെ വരും. എന്താ എനിക്ക് അത് കുറെ ഡേവിഡ് ആൻഡ് ഗുലിയാത്ത് ഞാൻ അനൂപേനും ജയിച്ചത്. അപ്പം അനൂപേട്ടൻ്റെ അടുത്തൊരു എന്താ ചോദിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഡാൻസിലൊക്കെ ചോദിക്കണ പോലെ എന്താന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അത് കണ്ട് കറക്റ്റ് ചെയ്തതാണ്. ഇപ്പൊ ഞാൻ കുറച്ച് അണ്ടർപ്ലേ ചെയ്യണ്ടോന്നാണ് എന്റെ സംശയം. പക്ഷെ ആൾക്കാർ പറയുന്നത് ഇതാണ് കറക്റ്റ് എന്ന് ഇപ്പൊ ആളുകൾ പറയാം. ഒരു സെനാറിയോ ആയിരുന്നല്ലോ, ലൈക്ക് നമ്മള് മെലോഡ്രാമ കഴിഞ്ഞു, ഇപ്പൊ നമ്മൾ അങ്ങനെ അപ്പം കണ്ട് കറക്റ്റ് ചെയ്തതാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഇവോൾവ് ചെയ്ത് പഠിച്ച് വരുന്നു. I don't know whether I can ask you this question. You were talking about your അച്ഛൻ അല്ലേ? അച്ഛൻ ഭയങ്കര ഒരു സ്ട്രോങ് പ്രസൻസ് ആയിരുന്നു അല്ലേ? ആ ഒരു മിസ്സിംഗ് എലമെന്റ് ഇപ്പോഴും എങ്ങനെയാ? എനിക്ക് തോന്നുന്നത് അച്ഛന്മാരില്ല, അച്ഛൻ മരിച്ചുപോയി എന്ന് പറയുന്നത് നമുക്കൊരു ലൈഫ് ലോങ് പെയിൻ ആണ്. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. നമുക്ക് 100 വയസ്സായാലും നമ്മളുടെ ആ പെയിൻ മാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അച്ഛൻ 30 വർഷം മുന്നേ മരിച്ച അതേ സങ്കടം എനിക്കിപ്പോഴും ഉണ്ട്. ചില ദിവസങ്ങളിൽ അതിനേക്കാട്ടിലും സങ്കടമുണ്ട്. കഴിഞ്ഞ ഈ ഡെത്ത് ആനിവേഴ്സറിക്കൊക്കെ ഞാൻ മുഴുവൻ ദിവസം കരച്ചിലായിരുന്നു. എൻ്റെ കണ്ണിൽ ഫുൾ ടൈം കണ്ണീരായിരുന്നു. അപ്പം ആ പെയിൻ നമ്മുടെ പോവില്ല. ആ പെയിൻ വെച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇപ്പം ഈവൻ പല എൻ്റെ ഫ്രണ്ട്സുകളും വിളിക്കും, നീ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇപ്പം അച്ഛൻ മരിച്ചിട്ട് അധികമാവാത്ത 3-4 വർഷം 5 വർഷമൊക്കെ ആയ കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയും, ഈ പെയിൻ പോവില്ല, ഈ പെയിൻ നമുക്ക് എപ്പോഴും ഉണ്ടാവും. അത് ബാലൻസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്നുണ്ട് അച്ഛനില്ലാത്തതിൻ്റെ ഒരു പെയിൻ എന്നുണ്ട്. പിന്നെ അച്ഛൻ ഇങ്ങനത്തെ ഒരുപാട് കഥകളും ഉണ്ട് നാട്ടിലായാലും ഫാമിലിയിലായാലും വീട്ടിലായാലും. അച്ഛനെ പറ്റി സംസാരിക്കാത്ത ഒരു ദിവസം ഞങ്ങളുടെ ഒന്നും ലൈഫിലില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ആ പെയിൻ പോവില്ല. എല്ലാ അച്ഛനോ അമ്മയോ ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് മനസ്സിലാവും, നമ്മുടെ ലൈഫിൽ നിന്ന് അത് പോവില്ല. അത് വെച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. അത് എത്രത്തോളം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനം മുന്നിലേക്ക് പോവാനായിട്ട്. യു ഹാവ് എ സ്ട്രോങ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് അല്ലേ? ഒക്കെ എത്ര കാലമായിട്ട് നമ്മളിങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ കാണാറുണ്ട്. സോ ഹൗ മച്ച് ഇസ് ഫ്രണ്ട്ഷിപ്പ് ഹെൽപ്പിംഗ് യു ടു യുനോ? വളരെയധികം. ഇൻഫാക്റ്റ് ഇപ്പോൾ അല്ല, ഇപ്പം നമ്മൾ ഈ അച്ഛൻ മരിച്ച കാലം തൊട്ട് എൻ്റെ സ്കൂളും ഫ്രണ്ട്സിൻ്റെ അമ്മമാരും ടീച്ചേഴ്സുമാണ് ഞങ്ങളെ ബാക്ക് ടു ലൈഫ് കൊടുന്നത്. അച്ഛൻ മരിച്ചൊരു 3 ഇയറോളം അമ്മ വളരെ മ്യൂട്ടായിരുന്നു, അമ്മ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരാണ് സംസാരിച്ച് അമ്മയെ ബാക്ക് ടു ലൈഫ് കൊണ്ടുവരുന്നത്. അപ്പം ആ കാലം തൊട്ട് അത് കഴിഞ്ഞ് കോളേജിൽ പഠിക്കാൻ അഡ്മിഷൻ എടുക്കാനാണെങ്കിലും സ്കൂളിലൊക്കെ പഠിച്ച സീനിയർ ചേട്ടന്മാരാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും ഫ്രണ്ട്സാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഫ്രണ്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിലും. ഈവൻ അമ്മയായാലും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു അമ്മ കുറച്ച് പൊസസീവാണ്. ഞാൻ ആരുടെയൊക്കെ കുറച്ച് അടുക്കാൻ പോയാൽ സൂക്ഷിച്ചോ പറ്റിക്കുന്നൊക്കെ വേണ്ട, അതെൻ്റെ മേൽ. അനിയത്തിക്ക് ആ പ്രശ്നമല്ലേ, എൻ്റെ മേൽ കുറച്ച് പൊസസീവാണ് അമ്മ. അപ്പം അതൊക്കെ ഉണ്ടെങ്കിലും
ഫ്രണ്ട്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എല്ലാ കാലത്തും. ആൻഡ് ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ലോകം വലുതായിട്ടുണ്ട്, എൻ്റെ പെർസ്പെക്റ്റീവ് കുറച്ച് മാറിയിട്ടുണ്ട്, ഞാൻ സ്ത്രീകളെ കാണുന്ന കാഴ്ചയ്ക്ക് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഈവ സഹായിച്ചിട്ടുണ്ട്. പലരും, കവിത, ഷർമിള എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും എൻ്റെ ലൈഫിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ. ടെൽ മീ അബൌട്ട് ലൈക്ക് യുവർ സ്റ്റൈൽ കോഷ്യൻ്റ് എങ്ങനെയാണ്? ഹൗ ഡു യു ആക്ച്വലി ഇപ്പോൾ നല്ല രസമായിട്ടുള്ള സാരികൾ, അതേപോലെ തന്നെ യു ക്യാരി ഓഫ് യു വെരി വെൽ. അത് ശരിക്കൊരു പലരും ഐഡലൈസ് ചെയ്യുന്നുണ്ട്. കംഫർട്ടബിൾ ഡ്രസ്സ് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു. ഞാനത് ചോദിക്കാനുള്ള ഒരു കാരണം, ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഈ പറഞ്ഞ ഒരു സോ കോൾഡ് സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള ചില ഫിഗേഴ്സും ലുക്സും ഒക്കെ നമ്മൾ മലയാളികൾ ഇപ്പം ഐഡലൈസ് ചെയ്യുന്ന സമയത്ത് യു ഹാഡ് അനദർ സ്പേസ് വെയർ യു. ഒന്ന് എന്താ വെച്ചാല്, ഒന്ന് ഞാനൊരു ഭയങ്കരമായിട്ട് ഹാൻഡ്ലൂം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ആ ഇൻഡസ്ട്രി നിലനിന്ന് പോകണം, അടുത്ത തലമുറയിലേക്ക് എത്തണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലും ഹാൻഡ്ലൂം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ അതല്ലെങ്കിൽ ഞാൻ മെറ്റീരിയൽ ചൂസ് ചെയ്യുകയാണെങ്കിലും കോട്ടൺ, ലിനൻ, സിൽക്ക് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതലും ചൂസ് ചെയ്യാറ്. ഭൂമിക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ എന്നുള്ള രീതിയിലും കൂടെ അങ്ങനത്തെ ഒരു ചോയ്സ് എടുക്കാറുണ്ട്. പിന്നെ കളേഴ്സ് ആണെങ്കിൽ അതെൻ്റെ മൂഡിനനുസരിച്ചാണ്. ചില സമയത്ത് എനിക്ക് ഭയങ്കര ഡീപ്പ് ഡാർക്ക് കളേഴ്സിനോടാണ് ഇഷ്ടം. അതല്ലെങ്കിൽ വളരെ കണ്ണിന് സുഖമുള്ള കളേഴ്സ്, ഏർത്തി കളേഴ്സ് എന്ന് പറയില്ല, അങ്ങനത്തെ കളേഴ്സാണ് ചൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉള്ളൂ. അതല്ലാണ്ട് എല്ലാം മൂഡിനെ ബേസ് ചെയ്താണ് സത്യം പറഞ്ഞാൽ. ഒരു പർപ്പസ്ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഈ ഒരു ഹാൻഡ്ലൂം പ്രിഫർ ചെയ്യുക, ഹാൻഡ് മെയ്ഡ് സാധനങ്ങളും കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കൂടെ ഹാൻഡ്ലൂം ഡ്രസ്സുകൾ കൂടുതൽ ഇടുന്നു, കോട്ടൺ, ലിനൻ അങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നു. അതാണ് എനിക്ക് സുഖവും. അത് ഭയങ്കര സുഖമല്ലേ നമുക്ക് ഇടാനും. അപ്പം അതിലങ്ങ് സുഖിച്ചു. ഇനി അത് മാറ്റുമ്പം ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ചില ഫോട്ടോഷൂട്ട്സിനോ അല്ലെങ്കിൽ ചില ബ്രാൻഡിൻ്റെ ഒക്കെ വർക്കിനോ ആഡ്സിനൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഹെവി സാധനമൊക്കെ ഇട്ടാൽ ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ സൂട്ടാവുന്നില്ല, ഇതെന്ത് ബുദ്ധിമുട്ടാണ്, അങ്ങനത്തെയൊക്കെയുള്ള തോന്നൽ വരും. അപ്പം കംഫർട്ടബിൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്നുള്ളതാണ്. പിന്നെ ഞാൻ സിനിമയിൽ വരാൻ ഡിസൈഡ് ചെയ്തപ്പോൾ ഞാൻ തീരുമാനിച്ചത് നടുവട്ടത്തെ മനോഹരേട്ടൻ്റെയും കലച്ചേച്ചിയുടെയും മോളായിട്ട് എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമോ ആ ലൈഫ് സ്റ്റൈലിലാണ് ഞാൻ എല്ലാ കാലത്തും ജീവിക്കുക എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അതിനേക്കാൾ താഴെ പോയോ എന്നാണ് എൻ്റെ ഒരു സംശയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ സോക്കോൾഡ് ഐഡിയൽ ബോഡി ടൈപ്പ് അല്ലാത്തതുകൊണ്ടുള്ള ബോഡി ഷെയ്മിങ്ങോ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് വന്നിട്ടുണ്ടോ? ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. സിനിമയുടെ ഡേ 1 തൊട്ടിട്ട് നമ്മളുടെ ശരീരത്തിനെ പറ്റിയുള്ള കമന്റുകളും ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമായിരുന്നു. നമ്മളുടെ ഫുൾ കോൺഫിഡൻസ് പോയില്ലേ സെറ്റിൽ നിന്ന്. ഇങ്ങനെ അവരൊക്കെ നമ്മളെ നോക്കി സംസാരിക്കുന്നു, ഇവരൊക്കെ നമ്മളെ നോക്കി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ കോൺഫിഡൻസ് ഒക്കെ പോകുമല്ലോ. അപ്പം അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. തടി കൂടുതലാണ്. ഇപ്പം എന്നോട് എല്ലാവരും പറയുന്നു തടിക്കാൻ. ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു, മുഖം ചെറുതായി, കഴുത്തൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പം അത് പറയുന്നു. തടിക്കണ സമയത്ത് എല്ലാവരും എന്നോട് പറയും ഒന്ന് മെലിഞ്ഞാൽ നന്നാവും, അഭിനയിക്കുന്ന ആളെ ചോദിക്കും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ സ്ത്രീകൾ ഇങ്ങനെ പല ഷേപ്പ് ഉണ്ടല്ലോ, അപ്പൊ ഈ ഇങ്ങനത്തെ റോൾ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വാശി പിടിക്കുമായിരുന്നു. അപ്പം ഒരുപാട് കേട്ടിട്ടുണ്ട്. ആൻഡ് ഓൺലൈൻ സൈബർ സ്പേസിൽ മനുഷ്യര് നേരിട്ട് പറയുന്നതിനെക്കാട്ടിലും കണ്ണുചോരയില്ലാതെയാണല്ലോ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. നേരിട്ട് വരണ്ട, അവനവന്റെ ബെഡ്റൂമിൽ പുതപ്പിന്റെ ഉള്ളിൽ സുഖമായിട്ട് കിടന്ന ആരെങ്കിലും ചീത്ത വിളിച്ചാൽ മതിയല്ലോ. അപ്പം ഒരു പ്രശ്നമില്ലല്ലോ, തിരിച്ചൊരു അടി കിട്ടുന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ. അപ്പൊ അത് കാരണം അതും ഭീകരാണ്. കൺതടിച്ചി, അമ്മച്ചിയായി, അമ്മായിയായി, വയസ്സിയായി. ഇതൊക്കെ ഒരു തെറ്റാണോ? അത് ഹാൻഡിൽ ചെയ്തേ സങ്കടം വരുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിക്കും ഞാനെന്തിനാ സങ്കടം. ഇപ്പം ഫേസ്ബുക്കിൽ ഏകദേശം 5 മില്യൺ ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ 5 മില്യൺ ആളുകൾക്കും 5 മില്യൺ അഭിപ്രായമാണ്. ഈ 5 മില്യൺ അഭിപ്രായത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിനല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് ഞാൻ റിയലൈസ് ചെയ്തു. പിന്നെ ഇപ്പം എനിക്ക് സങ്കടവും സഹതാപവുമാണ്. ഈ മാനസിക രോഗം വെച്ച് അവരെങ്ങനെയാണ് ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ പോകുന്നത് എന്നുള്ള അവരോടുള്ളൊരു സഹതാപവും സങ്കടവും തോന്നും. അതേസമയം ഇനി വളർന്നു വരുന്ന കുട്ടികൾ ഈ മനുഷ്യരുടെ കൂടെ എങ്ങനെ ജീവിക്കും ഒരു പേടിയും തോന്നും എന്നുള്ളത് വെച്ച് നമുക്ക് ഹേർട്ടാവേ. ചില സമയത്ത് ചില ദിവസങ്ങളുണ്ടല്ലോ നമ്മളുടെ ഒരു മൂഡ് സ്വിങ്സിലൊക്കെ പോകുന്ന ദിവസങ്ങൾ, ചിലപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ വരും. മുമ്പൊക്കെ ഞാൻ തിരിച്ച് ചീത്തൊക്കെ വിളിക്കുമായിരുന്നു. ചെറിയ കുട്ടികളോട്, ചെറിയ പെൺകുട്ടി പലരും ഞാൻ കേട്ടിട്ടുണ്ട് ഈ മുഖക്കുരു കൂടിയിട്ട് വീട്ടിൽ നിന്ന് ചിന്ത കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന കുട്ടികൾ, അതേപോലെ തന്നെ
പറഞ്ഞ തടി കൂടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എവിടുന്ന റേഷൻ, ഇതുപോലത്തെ കുറെ ചോദ്യങ്ങളാണല്ലോ. അതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഓവർകമ്മിങ് ഫേസ് എങ്ങനെയായിരിക്കും? വാട്ട് ഡു യു ഹാവ് ടു ടെൽ ടു ദം? ഒന്നുമില്ലെന്നേ, നമ്മളെല്ലാവരും വേറെ വേറെയാണ്. നമ്മൾ ഓരോരോ നാട്ടിൽ ഓരോരോ ദിക്കിൽ ഓരോരോ അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഡിഫറെൻറ്റ് മനുഷ്യരാണ്. നമുക്ക് ഓരോ സൈസും ഓരോ ഷേപ്പും ഓരോ നിറവും എല്ലാം ഉണ്ട്. നമ്മുടെ സ്കിൻ എല്ലാം ഡിഫറെൻ്റ് ആണ്. അത് നമ്മളുടെ ഒരു യുണീക്നെസ് ആണ്. അത് നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. പിന്നെ മുഖക്കുരു ആണെങ്കിലും മാർക്സ് ആണെങ്കിലും അതെല്ലാം നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഹോർമോണൽ ചേഞ്ചസ്, അത് നന്നായി ഭക്ഷണം കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ആ ഹോർമോണൽ ബാലൻസിങ്ങിന് വേണ്ട രീതിയിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, ഉറക്കം കറക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക എന്നല്ലാണ്ട്, അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ കുറച്ച് ശരിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാണ്ട് ആൻഡ് ഫീലിംഗ് ഗുഡ് അബൌട്ട് നമ്മളെ പറ്റി നമ്മൾ യുണീക്കാണ്. ഇത് നമുക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ മൂക്ക് എനിക്ക് മാത്രമേ ഉള്ളൂ, ഈ ചുണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ, ഈ സ്കിൻ എനിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ മുഖത്തൊക്കെ നിറയെ ചിക്കൻ ബോക്സ് മാർക്കും ഒക്കെ ഉണ്ട്. ഈ കുഴിയും ഇതൊക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ, ഇത് വേറെ ആർക്കും ഇല്ല. അപ്പം അത് ഫ്ലോണ്ട് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ഇപ്പം ഒരാളെ ഒരു ഭയങ്കര സുന്ദരിയാണ്, കയ്യിലിരിപ്പും വർത്താനവും വളരെ മോശമാണെങ്കിൽ നമുക്ക് അവരുടെ സൗന്ദര്യം തോന്നില്ല. അപ്പം ബേസിക്കലി നമ്മളൊരു കൈൻഡായിട്ടുള്ള കമ്പാഷനേറ്റ് ആയിട്ടുള്ള മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായാൽ തന്നെ നമ്മൾ സുന്ദരനും ആവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ബാക്കി ഈ ഫിസിക്കൽ സാധനങ്ങളൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്, നമുക്ക് മാത്രമുള്ള അത് നമുക്ക് മാത്രമുള്ള ഒരു സാധനമാണ്. അപ്പം അതൊരു സ്പെഷ്യൽ ആൻഡ് റെയർ ആൻഡ് യുണീക്ക് അല്ലേ, അത് ചേർത്ത് പിടിക്കുക എന്നാണ് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്. സ്റ്റാർട്ടഡ് ഓഫ് ഫ്രം ഹിയർ, അല്ല ഇൻഡസ്ട്രിയിൽ പോയെങ്കിലും 16 കൊല്ലമായി. 16 കൊല്ലത്തിൽ നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയിൽ പല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻസും പല ഡിസ്കോഴ്സസും, ജെൻഡർ ഡിസ്കോഴ്സസ് ഉണ്ട്, നമ്മളുടെ പിന്നെ റൈറ്റ്സിനെ അസേർട്ട് ചെയ്യുന്ന സ്പേസുകളുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഡിസ്കഷൻസും ഒരുപാട് ചേഞ്ചസും പണ്ടത്തേനേക്കാളും ഒരുപാട് വ്യത്യാസങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഹൗ ഡു യു ലുക്ക് അറ്റ് ഇറ്റ്? ഞാൻ ബ്യൂട്ടിഫുള്ളി ഇവോൾവ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. വർക്ക് സ്പേസ്, കഥകളിയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഇമോഷണൽ കഥകൾ ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇമോഷണൽ കഥകൾ കുറവായിട്ടൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഞാൻ എല്ലാതരം സിനിമയും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ വർക്ക് സ്പേസ് കുറച്ചും കൂടെ ബെറ്ററായി വരുന്നുണ്ട്. അതിനുള്ള ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു പീരിയഡിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്. സ്ത്രീകൾക്ക് ഒരു വോയിസും ഒരു റൈറ്റും ഒന്നുമില്ലാതിരുന്ന ഒരു സ്പേസിൽ നിന്ന് അറ്റ്ലീസ്റ്റ് നമ്മളെ കേൾക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കേൾക്കുന്നത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേന്നല്ല, വോയിസ് ചെയ്യാനുള്ള ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. കുറേ സ്ഥലങ്ങളിൽ അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, സ്പേസ് ഉണ്ട്. അപ്പം അതൊരു ബെറ്ററായി, ഇനിയും ഒരുപാട് നമുക്ക് പോകാനുണ്ട്, ബട്ട് ഒരു ബെറ്റർ സ്പേസിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ എന്നാണ് എനിക്ക് തോന്നണേ. എത്ര പേര് മുമ്പ് കൺസേൺഡ് ആയിട്ടുണ്ട് ഈ സ്ത്രീകളെ, മെയിൻ ആർട്ടിസ്റ്റുകളല്ലാതെ ഫീമെയിൽ ടെക്നീഷ്യൻസ് എവിടെയാണ് ബാത്റൂം യൂസ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ്, എന്താണ്, ഇതൊക്കെ ഇപ്പം ആളുകൾ സംസാരിച്ച് തുടങ്ങുന്നു എന്ന് പറയുന്നത് അവെയർ. അപ്പം ഇപ്പം അങ്ങനെ ഒരു ബെറ്റർ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. ഈവൻ സ്ത്രീകളും ഇത് നമ്മുടെ റൈറ്റ് ആണ്, വി ക്യാൻ ഡിമാൻഡ് ദിസ് ഉള്ളൊരു സ്പേസിലെത്തി. അങ്ങനെ ആ ഡിസ്കഷൻസ് നടക്കുന്നത് കൊണ്ട് ഒരു നല്ല പ്രോസസ്സിലാണ്, നല്ലൊരു ഇവോൾവ് ആയി വരുന്ന സ്റ്റേജിലാണ് നമ്മൾ. കമ്മിങ് ജനറേഷൻ വുഡ് ഹാവ് എ ബെറ്റർ സ്പേസ് ആൻഡ് ഇറ്റ് ഈസ് എ നെസസിറ്റി അല്ലേ എല്ലാ ജെൻഡർക്കും. ഏത് ജെൻഡർ, ഏത് മനുഷ്യൻ ആരായാലും ഈക്വലി ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. സോ ഇനി എന്താ പരിപാടി? ഇനി എന്തൊക്കെയാ പ്ലാൻസ് മുന്നിൽ? ഇപ്പോൾ ഡാൻസിന് ജോയിൻ ചെയ്യണോ, അനയാത്ര ഒന്നും കൂടി ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും ഉണ്ട്, എല്ലാം നടന്നാൽ മതി. പിന്നെതാ ഷൂട്ട്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തമിഴിൽ. അതിൻ്റെ ഒരു വലിയ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു വർഷാവസാനം ആകുമ്പോഴേക്കും ഹാർട്ട് ബീറ്റ് ഇപ്പോൾ നന്നായി പോകുന്നു. ആൻഡ് ഈ പ്രോജക്റ്റ് മലയാളം, തമിഴ്, ബാംഗ്ല ചെയ്തു, ആസാമീസ് ചെയ്തു, സാൻസ്ക്രിറ്റ് ചെയ്തു. 5 ലാംഗ്വേജ് ചെയ്തു. അതേപോലെ തന്നെ യു ഹാഡ് ഗോൺ ടു എവിടെയായിരുന്നു പോയത്? മിസോറാം ഫിലിം അപ്രീസിയേഷൻ കോഴ്സ് എടുക്കാൻ വേണ്ടി, ഫിലിം മേക്കിംഗ് പഠിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേറെ എവിടേക്കോ പോയിട്ട് ഒരു ഇടയ്ക്ക് അങ്ങനെ ട്രാവൽ ചെയ്യുമായിരുന്നു. ഫിലിം ഡിവിഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അതിന്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ കുറെ ട്രാവൽ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. സോ ഹൗ വാസ് യുവർ ഇന്ററാക്ഷൻ വിത്ത് ഈ പറയുന്ന സ്റ്റുഡൻസ്? അവിടെ ആ ഒരു സ്പേസിൽ എന്താ തോന്നിയിട്ടുള്ളത്?
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ. അതിപ്പം സ്കൂൾ കുട്ടികളാണെങ്കിലും ടീനേജേഴ്സ് കോളേജ് കുട്ടികളൊക്കെ ആണെങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പേസുമാണ്. അവരുടെ ഒരു എനർജിയും അവരുടെ ഒരു എന്തൂസിയാസവും അവരുടെ സംശയങ്ങളും എനിക്ക് എത്ര സമയം വേണേലും അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒറ്റപ്പാലത്തൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു, കുട്ടികളെ മുഴുവൻ കത്തെഴുതാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിന്. അപ്പം അതിൻ്റെ ഒരു സ്റ്റുഡൻറ് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു കുറച്ച് സമയം. എനിക്ക് തോന്നുന്നു അവർ അരമണിക്കൂർ എന്താ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, ഞങ്ങൾ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിച്ച് എനിക്കും ഒരുപാട് എനർജി കിട്ടും, എനിക്കും ഒരുപാട് പുതിയ തോട്ട്സ് വരാറുണ്ട് ഇവരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ. അപ്പം ഓൾവേസ് എനിക്കിഷ്ടമുള്ളൊരു പ്രോസസ്സാണത്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനത്തെ സിനിമകളുടെ ഭാഗമാവുന്നതും കൊണ്ടും എനിക്കിങ്ങനെ ഇത് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ചൈൽഡ്യമൊക്കെ ആയാലും അമീബി ആയാലും ഒക്കെ ആയിട്ട് ഈ സിനിമയായിട്ട് ഞാൻ ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലും ഫിലിം സൊസൈറ്റികളിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഡിസ്കഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഡാൻസൊക്കെ പഠിച്ച് ഡാൻസൊക്കെ ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്ത് അനുയാത്രയൊക്കെ ഞങ്ങൾക്ക് ഒന്നും കൂടി നന്നായിട്ട് കാണാൻ പറ്റട്ടെ. ആൻഡ് വി ആർ വെരി ഗ്ലാഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫ്രം മലബാർ ചാനൽ.